കേട്ടതിനകത്ത് എത്രത്തോളം ജെന്യൂനിറ്റി ഉണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്നാലും കേട്ടൊരു റൂമറാണ്. ഇതുവരെ അതിനെപ്പറ്റി അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും കേട്ടിട്ടുമില്ല. അപ്പൊ എനിക്കും ഇത് കേട്ടപ്പം മേ ബി നടന്നാൽ ചിലപ്പോൾ കൊള്ളാമായിരിക്കും. പക്ഷേ ഐ ഡോണ്ട് നോ. ബട്ട് അതിൽ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അയൺമാൻ്റെ ഒരു വേരിയന്റ് സുപ്പീരിയർ അയൺമാൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. അതായത് നമ്മുടെ മാർവലിൻ്റെ ഒക്കെ കോമിക് ബുക്സ് വായിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഈ ക്യാരക്ടറിനെ കുറിച്ച്. സോ ഈ ക്യാരക്ടർ അവഞ്ചേഴ്സ് ഡൂംസ്ഡേക്കകത്തോ അല്ലെന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന സീക്രട്ട് വാറിനകത്തോ വരാനുള്ളൊരു ചാൻസ് ഉണ്ട് എന്നുള്ളത് കേൾക്കുന്നുണ്ട്. അത് ചെയ്യുന്ന ഒരാള് ഏകദേശം ഇതിനെക്കുറിച്ച് ഒരു റൂമർ ആരാണ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ റീസെന്റ് വരെയൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. ഇത് ആരാണ് ചെയ്യുന്നതെന്ന് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അതൊരു സസ്പെൻസ് ആയിട്ട് ഇരുന്നോട്ടെ. പടത്തിലെങ്ങാണോ ഉണ്ടെങ്കിൽ കാണുമ്പോൾ ഒരു ഹൈ കിട്ടട്ടെ എന്ന് വരുന്നതുകൊണ്ടാണ്. ഉണ്ടെങ്കിൽ കൺഫേം ഉണ്ടെങ്കിൽ എൻ്റെ മോനെ അത് വന്നു കഴിഞ്ഞാൽ പൊളിച്ചേനെ. അതൊരു യാ ഐ മീൻ എത്രത്തോളം കിടുക്കനായിരിക്കും എന്നെനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് എന്നാലും ഇപ്പോഴത്തെ നമ്മുടെ ടോണി സ്റ്റാർക്ക് RDJ ഈ പറഞ്ഞതുപോലെ അയൺമാൻ അല്ല ഡോക്ടർ ഡൂം ആകുമ്പോഴത്തേക്ക് ആ ഒരാളെ വേണമെങ്കിൽ ഒരു സുപ്പീരിയർ അയൺമാനായിട്ട് വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം. പക്ഷെ അങ്ങനെയൊക്കെ വന്നാൽ പൊളിക്കും. വരുമോ വരാതിരിക്കും, നമുക്ക് എന്തെങ്കിലും കട്ടറിയാടേ. അപ്പോൾ ഒന്നെങ്കിൽ അവഞ്ചേഴ്സ് ഡൂംസ്ഡേക്കകത്ത് അല്ലെന്നുണ്ടെങ്കിൽ സീക്രട്ട് വാറിനകത്ത് ഇതിനകത്ത് ഏതെങ്കിലും പറഞ്ഞത് ചിലപ്പോൾ വരും. വന്നില്ലെങ്കിൽ കൊള്ളാം, വന്നാലും നൈസാണ്. അപ്പം എന്തായാലും കേട്ടൊരു ഇൻഫർമേഷൻ ആണ് ഇത്. ചിലപ്പം ശരിയായിരിക്കും, ചിലപ്പോൾ ശരിയല്ലായിരിക്കും. അപ്പം എന്തായാലും നോക്കാടേ.